നമസ്കാരം, ചളുവപ്പ ചർച്ചയിലേക്ക് സ്വാഗതം. ചളുവപ്പ ചർച്ചയുടെ ഈ എപ്പിസോഡിൽ നമുക്കൊപ്പമുള്ളത്, അല്ലെങ്കിൽ വേണ്ട പേര് പറയുന്നില്ല, ഒരു ക്ലൂ തരാം. ആൾ സിമ്പിളാണ്, പവർഫുൾ. യെസ്, യു ഗെസ്ഡ് ഇറ്റ് റൈറ്റ്, ദ വൺ ആൻഡ് ഓൺലി വിനയ് ഫോർട്ട്. വിനയ്, ഷോയിലേക്ക് സ്വാഗതം. താങ്ക്സ്. ഇന്റർനാഷണൽ ചളു യൂണിയൻ ICUവിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ചളുവപ്പ ചർച്ചയുടെ. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മുടെ ഇപ്പം ടൊവിനോയും ബേസിലൊക്കെ ആയിരുന്നു. ഈ എപ്പിസോഡിലേക്ക് ചളിയന്മാർ സജസ്റ്റ് ചെയ്തു വന്നതാണ് വിനയ് ഫോർട്ട്. എന്ത് തോന്നുന്നു വിനയ്ക്ക് ഈ ഒരു ഷോയിലേക്ക് വരുമ്പോഴത്തേക്കിനും, ചളിയന്മാരുടെ ഇടയിലേക്ക് വരുമ്പോഴത്തേക്കിനും? എനിക്ക് സന്തോഷമുള്ളൂ. കാര്യം ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിൽ പെട്ട ഒന്നാണ് ICU. ഫേസ്ബുക്കിൽ തന്നെ കാര്യം, ഫേസ്ബുക്കിൽ പൊതുവേ ഇപ്പോൾ എന്താണ് സെൽഫ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള പോസ്റ്റും അല്ലെങ്കിൽ പൊളിറ്റിക്കലും അല്ലെങ്കിൽ മതത്തിനെയും വർഗീയതനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് സഹിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഞാൻ ഫേസ്ബുക്കിനെ ഭയങ്കര പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ പൊതുവെ ഒരാളെ വിളിച്ചിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കും. ഞാൻ ഇതുവരെ ഒരു മാഗസീനിലോ ഒരു ടെലിവിഷനിലോ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കും. അല്ലെങ്കിൽ സെൽഫ് പ്രൊമോഷൻ്റെ കാര്യത്തിൽ ഞാൻ വീക്കാണ്. അപ്പം ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം ആളുകളുള്ളത് എൻ്റെ പേജിലും എൻ്റെ പ്രൊഫൈലിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ടൈം ഫേസ്ബുക്കിൽ സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ ട്രോൾ പേജസും അല്ലെങ്കിൽ ICU ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാറുണ്ട്. അല്ലെങ്കിൽ റിലീഫാണ്. പലപ്പോഴും നമുക്ക് മനസ്സോട് ചിരിക്കാനൊക്കെ പറ്റും. ഇപ്പം ഇന്നലത്തെ തന്നെ ഇപ്പം മെട്രോയുടെ ദിവസം ഞാൻ ചിരിച്ചു മരിച്ചു. അപ്പോൾ അതിനൊക്കെ റീസൺ ഇതാണ്. അത് മാത്രമല്ല, നമ്മൾ പലപ്പോഴും ആലോചിക്കും, സിനിമ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ കൂടുതലും ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നതുകൊണ്ട് ഈ പറയുന്ന തമാശകൾ അല്ലെങ്കിൽ ഈ ട്രോളുകാർ ഉപയോഗിക്കുന്ന തമാശകളുടെ ക്വാളിറ്റി എന്തുകൊണ്ട് നമുക്ക് സിനിമയിൽ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നുന്ന ഒരു ആണ്. വിനയ് ഫോർട്ട് എന്നുള്ള പേര് എന്തുകൊണ്ടാണ് വിനയ് ഫോർട്ട് എന്നുള്ള പേര്? എൻ്റെ ശരിക്കുള്ള പേര് വിനയ് കുമാർ MM എന്നാണ്. ഈ 70 mm 35 mm എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും ഇനീഷ്യലി എനിക്ക് വർക്ക് ആയിരുന്നില്ല. പിന്നെ കുമാർ എന്ന് പറഞ്ഞ പേര് എനിക്ക് കൊച്ചിലേ വർക്കായിട്ടില്ല. ഞാൻ സ്കൂളിലേ പോകുമ്പോൾ ഒന്നാമത് എനിക്ക് തോന്നും അത് അത്ര ഹെവി അല്ല ഞാൻ. ഇപ്പോൾ ദിലീപ് കുമാർ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ലെവലിലൊരു ഭയങ്കര വെയിറ്റേജ് ഫീൽ ചെയ്തിരുന്നു. എന്നെ വിനയ് എന്ന് തന്നെ വിളിക്കുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെ നമ്മളൊരു ഇത്രയും കോമ്പറ്റീഷനുള്ള അല്ലെങ്കിൽ ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇൻഡസ്ട്രി വരുമ്പോൾ ഒരു യുണീക്നെസ് പേരിന് വേണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അബ്രു മനോജ് എന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി ആലോചിച്ചിരുന്നു അത് തന്നെ അബ്രു. ഇപ്പം ഞാനൊരു വെബ്സൈറ്റൊക്കെ ചെയ്തിരുന്നു. എൻ്റെ കണ്ടൻറ്റ് മുഴുവൻ അബ്രുവാണ് എഴുതിയത്. ഭയങ്കര രസമുള്ള കോപ്പി റൈറ്ററാണ്. അപ്പം ഞാൻ ആ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ ഫോർട്ട് എന്ന് പറയുമ്പോൾ ഇതൊരു കോട്ടയാണല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയ കൺഫ്യൂഷനിലൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു സ്റ്റോറിയിൽ ടൈപ്പ് ചെയ്യണമായിരുന്നു. ഞാൻ പറഞ്ഞില്ല നേരത്തെ എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് ഒരാളോട് അവസരം ചോദിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ വർക്ക് മുഴുവൻ എൻ്റെ സ്റ്റോറിയിൽ കണ്ടിട്ടായിരുന്നു. അപ്പോൾ സ്റ്റോറിയിലിൻ്റെ കവർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പേരൊക്കെ ആലോചിച്ചിരിക്കുന്ന ടൈമിൽ ഞാൻ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ സ്റ്റോറിയിലെ കവർ ഓൾറെഡി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു, വിനയ് ഫോർട്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാറ്റാൻ നിന്നില്ല. പിന്നെ എനിക്ക് ഈ സ്ഥലത്തിനോടുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ട്. ഫോർട്ട് കൊച്ചി നമുക്ക് ഒരു സ്ഥലം മാത്രമല്ല, ഒരു വികാരമാണ്. അല്ലെങ്കിൽ അവിടെ ജനിച്ചു വളർന്ന ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. നമുക്കത് വിട്ട് ഇപ്പം ഞാൻ ഒരു വീട് വെക്കുന്നുണ്ട്, ഞാൻ വീട് വെക്കുന്ന ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ അടുത്താണ്. അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഭയങ്കര ഒരു ക്രിയേറ്റീവ് എനർജി തരും. ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ് ഒരുപാട് പേര് അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് ഫോർട്ട് കൊച്ചിയിൽ വരാം. അതൊരു വികാരമാണ് വിനയ്. ഓക്കെ, സാധാരണ മനുഷ്യന്മാർക്ക് ഒരു എല്ല് കൂടുതലെന്ന് പറയാറുണ്ട്. അപ്പോൾ വിനയ് ഫോർട്ടിന്റെ പേര് ഒരു 6 കൂടുതലാണ്. ന്യൂമറോളജിയിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണോ അതോ? എനിക്ക് ന്യൂമറോളജിയിൽ വലിയ വിശ്വാസമില്ല. എനിക്കങ്ങനെ പൊതുവെ ഒന്നിലും ഭയങ്കര വിശ്വാസമില്ലാത്ത ഒരാളാണ്. ഞാനൊരു ബിലീവറൊക്കെയാണ്, പക്ഷെ ഞാനൊരിക്കലും ഒരു അന്ധവിശ്വാസിയൊന്നുമല്ല. ഇപ്പം എൻ്റെ ബ്രദർ മറ്റേ വാസ്തുവും അല്ലെങ്കിൽ ജ്യോതിഷവും അങ്ങനെയൊക്കെ ആയിട്ട്, അപ്പോൾ പൊതുവേ ഇപ്പം അമ്മ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഞാൻ കാര്യമായിട്ട് നോ പറയാറില്ല. അപ്പം അമ്മ എന്നോട് പറഞ്ഞു ഇതേപോലെ ന്യൂമറോളജി പ്രകാരം ഒരു 6 കൂടുതൽ ഇടുന്നത് നല്ലതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ പറഞ്ഞല്ലേ, ഓക്കെ അതങ്ങനെ ഒരു 6 കൂടുതൽ കിടക്കട്ടെ, അത്രയേ ഉള്ളൂ. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ് വിനയ് ഫോർട്ട്. അഭിനയം ഇപ്പം നമ്മുടെ ഇവിടെയുള്ള മിക്ക ഡയറക്ടേഴ്സും അസോസിയേറ്റ്സും ഒക്കെ അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കില്ല. അപ്പം നമുക്കിത് അവർ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മളോട് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു ശ്രീനിവാസൻ
നമ്മളുടെ മാമുക്കോയുടെ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോളിടെക്നിക്കിലൊക്കെ പഠിച്ച ആളാണ്, യന്ത്രങ്ങളുടെ പ്രവർത്തന സ്ഥിതി അറിയാവുന്ന ആളാണ്. അതുപോലെ ഒരു കോംപ്ലക്സ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതായത് നമുക്കൊരു സാമാന്യ ബുദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് സിനിമ തിയേറ്ററിൽ ഞാൻ ബേസിക്കലി ഒരു തിയേറ്റർ ആക്ടറാണ്. ഞാൻ നാടകത്തിലൂടെ വന്ന ആളാണ്. അല്ലെങ്കിൽ ഇപ്പോഴും തിരക്കുകൊണ്ട് നാടകങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളൂ. ഞാനൊരു 1.5-2 വർഷം മുമ്പ് ഒരു നാടകങ്ങൾ ചെയ്തിരുന്നു. തിയേറ്ററിൽ നമുക്ക് ആക്ടറിൻ്റെ മീഡിയമാണ്, ആക്ടേഴ്സ് മീഡിയമാണ് തിയേറ്റർ. ഇപ്പോൾ നിങ്ങൾ ഡയറക്ടറാണെങ്കിൽ നിങ്ങൾ ഡയറക്ഷനൊക്കെ തന്ന് നമ്മളൊരു സാധനം സെറ്റ് ചെയ്ത് പിന്നെ ഞാൻ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എൻ്റേതാണ് മീഡിയ. പിന്നെ ഞാൻ എൻ്റെ എനർജി ഞാൻ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഓഡിയനായിട്ട്. ഡയറക്റ്റ്ലി എനിക്ക് കിട്ടി, ഞാൻ ആ ഒരു എനർജിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി ഡയറക്ടേഴ്സ് മീഡിയമാണ്. ഇപ്പം നമ്മൾ വർഷത്തിൽ ഐഡിയയിൽ ഒരു 6-7 പടമൊക്കെ ചെയ്യും ഒരു വർഷത്തിൽ. ഞാൻ പ്രത്യേകിച്ച് ക്യാരക്ടർ റോൾസും കൂടെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമ്പേഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിനിമയിൽ ഏറ്റവും അവസാനം വരുന്ന ആളാണ് ഞാൻ. ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോ ഒരു വർഷം, 1.5 വർഷം, 2 വർഷമൊക്കെ എടുത്തായിരിക്കും ഒരു നല്ല തിരക്കഥ എഴുതുന്നത്. ഒരു സംവിധായകൻ അത് ചെയ്യാൻ തീരുമാനിച്ച് അദ്ദേഹം ഒരു 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ പണിയെടുക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റായിരിക്കും നമ്മളെ കാസ്റ്റിംഗ് നടക്കുന്നത്. അപ്പം ഞാൻ ആ സ്ഥലങ്ങളിൽ വന്നിട്ട് ഞാൻ അവർ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ വിഷനെ ലീഡ് ചെയ്യുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ അത് അനുസരിക്കുകയും അതിനെ ഒരുപടി മുകളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള കടമയാണ് എന്നെ സംബന്ധിച്ച് നടന്. എല്ലാ ടെക്നീഷ്യൻസിനും അത് തന്നെ ഞാൻ വിശ്വസിക്കുന്നിടത്തോളം. ഇപ്പോൾ പലപ്പോഴും സിനിമ ഒരു ആർട്ടിൻ്റെ അപ്പുറത്തേക്ക് ബിസിനസ്സാണ് സിനിമയിൽ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ പൃഥ്വിരാജിൻ്റെ സിനിമ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ സിനിമ അങ്ങനെ, അതായത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഒരു നടൻ്റെ മുഖത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമേഴ്ഷ്യൽ സിനാരിയോയിൽ അല്ലെങ്കിൽ ഒരു സിനിമയുടെ കാര്യം എടുക്കുമ്പോൾ നടന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നു. പക്ഷേ സിനിമ 100% ഡയറക്ടേഴ്സ് മീഡിയമാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സിനിമയിൽ നന്നായി അഭിനയിച്ചു എന്ന് ആളുകൾ പറഞ്ഞാൽ, ഏതെങ്കിലും സിനിമയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലൊക്കെ 100% അതൊരു സംവിധായകന് തിരക്കഥാകൃത്തിൻ്റെ ക്രെഡിറ്റാണ്. ഒരു മോശം സംവിധായകൻ്റെ ഒപ്പവും ഒരു മോശം തിരക്കഥയിൽ ഒരിക്കലും ഒരു നടന് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. അഭിനയം ടെക്നിക്കലി പഠിച്ച ആളാണ്, അത് ഇൻഡസ്ട്രിയിൽ ഗുണം ചെയ്യാറുണ്ടോ? 100% ചെയ്യാറുണ്ട്. ഈ അഭിനയം പഠിക്കാനൊന്നും പറ്റില്ല. ആളുകൾ പറയില്ല അഭിനയം പഠിക്കുക എന്ന് പറയില്ലേ. ഇപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും നമ്മൾ A for ആപ്പിൾ, B for ബോൾ അങ്ങനെ പഠിപ്പിക്കില്ല. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലത്തുള്ള സ്ഥലത്ത് ഒരു 10,000-2,000 പേര് ഈ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന 12 പേരാണ്. ഏതൊക്കെ തരം ടീച്ചേഴ്സാണ് വരുന്നത്? അതായത് ഇൻ്റർനാഷണൽ പ്രൊഫൈലുള്ള ആളുകളാണ് വരുന്നത്. ബാദിൽ ഹുസൈനെ പോലത്തെ ടീച്ചർ, നസീർ സാറിനെ പോലത്തെ ടീച്ചർ, അല്ലെങ്കിൽ അരവിന്ദ് പാണ്ഡെ, അല്ലെങ്കിൽ ബെഞ്ചമിൻ, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ടീച്ചേഴ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ സഹവാസം, പിന്നെ ടെക്നിക്കൽ സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇപ്പോൾ ഡയറക്ഷൻ സ്റ്റുഡൻസ്, നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് സിനിമകൾ അഭിനയിക്കാൻ പറ്റും, അവരുടെ പ്രൊജക്ട്സിൽ അഭിനയിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ക്യാമറയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. പിന്നെ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ ഒരു പുതിയൊരാളുടെ പകച്ചു നിൽപ്പുണ്ടാവില്ല പലപ്പോഴും. വിനയെ പറ്റി ഭയങ്കര പോസിറ്റീവായിട്ടൊരു കുറച്ച് ആളുകൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് സിനിമയാണെങ്കിലും ഒരു സ്വന്തമായൊരു ചിന്തയുള്ള ഒരാളാണ്. ഇത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഇതാണോ, ജീവിതാനുഭവങ്ങളാണോ, അതോ വിനയ് എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയാണോ? ഒരു പ്രശ്നങ്ങളെ ഓവർകം ചെയ്ത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് പരാതികളൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ, ഡൗൺ ടു എർത്ത് ആണെന്നൊക്കെ നമ്മളിങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വേറൊന്നിനും വലിയ പ്രസക്തിയില്ലല്ലോ ശരിക്കും. എന്താ പറയുക, നമ്മളിപ്പോൾ ലൈഫിനെ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ എനിക്കില്ലാത്തൊരു കാര്യത്തിനെ വിചാരിച്ച് ഞാൻ ദുഃഖിച്ചിട്ടൊരു കാര്യമില്ല. ഇപ്പം ഞാൻ ഭയങ്കര ടോളായിട്ടുള്ള ആളല്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സൗന്ദര്യമൊന്നുമില്ല. അപ്പം ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഞാൻ ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തു. ഇനി ഇപ്പോൾ ഭയങ്കര ടോളായിട്ടുള്ള ഒരാൾ ചെയ്യുന്ന കാര്യം ഈ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഭയങ്കര സൗന്ദര്യമുള്ള ഒരാൾ ചെയ്യുന്ന കാര്യം എൻ്റെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റണം. ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട്, ലോക സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഡോൺ ക്യാരക്ടർ, അല്ലെങ്കിൽ ഏറ്റവും നമ്മളെ പേടിപ്പെടുത്തിയ ക്യാരക്ടർ എന്നെ സംബന്ധിച്ച് സ്കാർഫേസിലെ അൽപാച്ചിനോ. അതെ,
അൽ പാച്ചിനോക്ക് എൻ്റെ ഹൈറ്റില്ല. പക്ഷെ അൽ പാച്ചിനോനെ കാണുമ്പോൾ, ആ ക്യാരക്ടറിനെ കാണുമ്പോൾ അത്ര പെർഫെക്ഷനിലും നമ്മൾ ഹോളിവുഡിലൊക്കെ മറ്റേ 6.5 feet ഹ്യൂജ് ബിൽഡായിട്ടുള്ള ആളുകളെ കാണാറുണ്ട്. അവർക്കൊന്നും ആ ഏരിയയിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് റെസ്പെക്റ്റ് അങ്ങനത്തെ ആളുകളോടാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഫേസ്ബുക്കിൽ തന്നെ ഞാൻ വായിച്ചതാണ്. അതായത് നവാസുദ്ദീൻ സിദ്ദിഖി എന്ന് പറഞ്ഞ ആക്ടർ എഴുതിയിരിക്കുന്നത്, അതായത് ഈ ആളുകൾ ഈ ആപ്സ് 6-pack ആപ്സ് ഉണ്ടാക്കുന്ന എന്തിനാണ്? അതായത് ശക്തനാണെന്ന് ആളുകളെ തെളിയിക്കാൻ വേണ്ടി 6-pack ആപ്സിൻ്റെ ആ കാര്യമുണ്ടോ? ഞാൻ എൻ്റെ കണ്ണുകളിൽ കൂടെ ഒരാൾക്ക് കൊടുക്കും ഞാൻ ശക്തനാണെന്നുള്ളത്. അപ്പോൾ അതായത് നവാസുദ്ദീൻ സിദ്ദിഖിനെ പോലത്തെ ഒരു ആക്ടർ പറഞ്ഞിരിക്കുന്നതാണ്. അവിടെയാണ് അയാളാണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത്. എന്നെ ഈ പറയുന്ന ഇപ്പോൾ എന്താണ്, വരുൺ ധവാനോ അല്ലെങ്കിൽ ഹൃത്തിക് റോഷനോ ജോൺ അബ്രഹാമോ അല്ല ഇൻസ്പയർ ചെയ്യുന്നത്. കാര്യം അവരൊക്കെ സുന്ദരന്മാരാണ്, അവർക്കൊക്കെ വളരെ മനോഹരമായ ശരീരമുണ്ട്, ഇവർക്കൊക്കെ ഭയങ്കര ബാക്കപ്പ് ഉണ്ട്, അച്ഛൻ്റെയും അമ്മാവൻ്റെയും ചേട്ടൻ്റെയും അമ്മായപ്പൻ്റെ ഒക്കെ. സിനദീൻ സിദാൻ, വിൻ ഡീസൽ, ജെയ്സൺ സ്റ്റാർ, ഇവർക്കൊക്കെ ശേഷം വിനയ് ഫോർട്ട്. അല്ല, അവർക്ക് ശേഷമൊന്നുമല്ല കേട്ടോ. നമ്മള് എന്താണ് ആടാണ്, നമ്മളൊരു മൺതരി കൂടിയല്ല, അവര് ലെജൻസ് ആണ്. ശരി, ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. പലരും പറയാറുണ്ട്, എന്റെ തന്നെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, എടാ ഇത് പണ്ടൊക്കെ വിഗ് വെക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ വിനയ് ഫോർട്ട്, ഫഹദ് ഫാസിൽ, അവർക്ക് ഇത് കൂളായിട്ടാണ് നടക്കുന്നത്. നമുക്ക് തന്നെ അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകളെ ഒരു ക്ലീഷേ തോട്ട്സ്, ഒരു മനുഷ്യൻ അവനായിരിക്കുന്ന അവസ്ഥയിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പം അങ്ങനെ കുറേ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങളെ കുറച്ച് ആളുകളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് അതിന് ഉത്തരം ഓൾറെഡി വിനയ് പറഞ്ഞു കഴിഞ്ഞു. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, അതിനെപ്പറ്റി എനിക്കിത് ഭയങ്കര സ്ട്രെങ്ത് ആയിരുന്നു. ഇൻഫാക്ട് സ്ട്രെങ്ത് ആയിരുന്നു, അല്ലെങ്കിൽ സ്ട്രെങ്ത് ആണ്. ഇപ്പം എനിക്ക് രണ്ടും ചെയ്യാമല്ലോ. ഇപ്പം ഷട്ടർ എന്ന് പറഞ്ഞ സിനിമയിൽ ജോയ് സാറിനെ 3 തവണ ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. അപൂർവരാഗം എന്ന് പറയുന്ന സിനിമ കിട്ടാൻ കാരണം, ഞാൻ സിബി സാറിനെ കാണാൻ പോയപ്പോൾ എൻ്റെ ഷോറിയിൽ കൊണ്ടുവരുന്നു. ഞാൻ ഷോറിയിൽ കൊടുക്കുകയും അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ കോളേജ് ഷോറിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ പാച്ച് വെച്ചിട്ട് പോയി. ഷോറിയിൽ കൊടുത്ത് ഷോറിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പതുക്കെ ഒരു ചെറുക്കുണ്ടായി. കാര്യം എൻ്റെ തല തന്നെയാണ് ഷോറിയിൽ. ഞാൻ ഫൈറ്റ് ചെയ്യുന്നു, ഞാൻ ഭയങ്കര ഇൻറ്റൻസും സീരിയസ് ആയിട്ട് ആളുകളോട് സംസാരിക്കുന്നു. ഓൾറെഡി കാസ്റ്റിംഗ് കഴിഞ്ഞൊരു ക്യാരക്ടറാണ്. ആ ആക്ടറിനെ മാറ്റിയിട്ട് എന്നെ കാസ്റ്റ് ചെയ്തു. ഷട്ടറിൽ 2 അപ്പോൾ എന്നോട് പറഞ്ഞു ഇതേപോലെ കുറച്ചും കൂടി 25 വയസ്സുകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 25 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഷട്ടറിൽ അഭിനയിക്കുമ്പോഴും. അപ്പോൾ പിന്നെ ഈ തലയും കൂടി ആകുമ്പോൾ എനിക്ക് തോന്നി, എന്നെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രായം തോന്നും. അപ്പം ഞാൻ പാച്ച് വെച്ചിട്ടാണ് സാറിൻ്റെ മുമ്പിൽ പോകുന്നത്. അപ്പോൾ സാറിന് എന്തുകൊണ്ടോ, പ്രത്യേകിച്ച് നന്മയിൽ സുരൻ ഒരു 10 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്ന ആളാണ്. പിന്നെ സാറിന് എന്തോ എൻ്റെ ലുക്ക് വർക്ക് ആകുന്നുണ്ടല്ലോ. അപ്പം ആ സിനിമ കിട്ടാൻ കാരണം ഹരിനായിരുന്നു എൻ്റെ സിനിമാറ്റോഗ്രാഫർ. ഹരിചേട്ടൻ എൻ്റെ സീനിയറാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അപ്പോൾ ഹരിചേട്ടൻ പറഞ്ഞു, പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പാച്ച് മാറ്റിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഞാൻ പാച്ച് മാറ്റി പുള്ളി എന്നെ കൊണ്ടൊരു കാര്യം ചോദിച്ചു. ഓക്കെ, അപ്പോൾ സാർ പറഞ്ഞു, ഇപ്പോൾ വർക്കാകുന്നുണ്ടാ, ഇത് കൊള്ളാം, ആ തല നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ബ്രേക്കായ ഏറ്റവും നല്ല സിനിമകളെല്ലാം എടുത്തു. അതിലെല്ലാം ഞാൻ ഇങ്ങനെ തന്നെ അഭിനയിച്ചിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര കോൺഫിഡൻറ്റും ആയിരിക്കും. ഒരു വിഗില്ലാത്തപ്പോൾ ഭയങ്കര റിലാക്സ്ഡും ആയിരിക്കും. വിനയ് നസറുദ്ദീൻ സാറുടെ ബ്ലൂബെറി ഹണ്ടിങ് എന്ന് പറയുന്ന മൂവിയിൽ അഭിനയിച്ചു. നസറുദ്ദീൻ ഷാഡോയുടെ മലയാളത്തിൽ അങ്ങനെ അധികം ആളുകളൊന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇതിന് വേണ്ടത്ര ഒരു അംഗീകാരം അല്ലെങ്കിൽ ഇതിനൊരു ആളുകളുടെ ഇടയിലേക്ക് എത്തി എന്നുള്ളൊരു തോന്നലുണ്ട്. ബ്ലൂബെറി ഹണ്ടിങ് വിനയ് ഇദ്ദേഹത്തിനോട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ അധികം ആർക്കും അറിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒന്നത് വലിയ എന്താ പറയുക, ഒരു നടൻ എന്നുള്ള നിലയിൽ എനിക്കത് വലിയ അനുഭവമായിരുന്നു. അതെനിക്ക് മാത്രമുള്ള അനുഭവമാണ്. ശരിക്കും ഈ വലിയ സംഭവങ്ങളാണെന്നുള്ളത് എപ്പോഴാണെന്ന് അറിയാം, സിനിമ ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ്. പ്രേമത്തിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തല്ലോ. പ്രേമമായിരുന്നു എൻ്റെ ഫിലിം കരിയറിലെ ബ്രേക്ക്. ഞാൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് പ്രേമം സംഭവിക്കുന്നത്. പ്രേമത്തിൽ ഞാൻ ചെയ്ത അത്ഭുതമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പ്രേമം ആബ്സല്യൂട്ട്ലി അൽഫോൺസ് പുത്രൻ സിനിമയാണ്. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് അൽഫോൺസ് പുത്രൻ്റെ മാത്രമാണ്, അല്ലെങ്കിൽ എൻ്റെ കോ ആക്ടർ സൗബിൻ്റെ. അതൊരു മാജിക്കായിരുന്നു. പക്ഷേ ഇപ്പോഴും ആളുകൾ എന്നെ തിരിച്ചറിയുന്നതും, അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയുക, ഒരു സദസ്സിലെത്തി കഴിഞ്ഞാൽ ആളുകൾ എന്നെ പരിചയപ്പെടുത്തുന്നതും എന്തിനും ഒരു ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോക്കാരൻ ചോദിക്കുന്ന ജാവ സിമ്പിളാണോ എന്നാണ്. അത് ശരിക്കും ആ സിനിമയുടെ റീച്ചാണ്. ഞാൻ അതിലും ബെറ്റർ ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഫോർ എക്സാമ്പിൾ, റീസെൻ്റ്ലി ഞാൻ ചെയ്തതിൽ എനിക്ക് നല്ല താല്പര്യം തോന്നിയ 2 സിനിമകളാണ്. ഒന്ന് കിസ്മത്ത് എന്നൊരു സിനിമ. ഞാൻ തൃപ്തനൊന്നുമല്ല ഞാൻ ചെയ്തതിൽ, ബട്ട്
ഞാൻ ചെയ്തതിൽ എനിക്ക് കുറച്ചെങ്കിലും തൃപ്തി എന്ന സിനിമകളാണ്. അപ്പോൾ ആ സിനിമ ഇപ്പോൾ പ്രേമം പോലെ ഒരു വലിയ ഹിറ്റായിരുന്നെങ്കിൽ ആസ് എൻ ആക്ടർ നമുക്ക് വേറെ ഒരുപാട് മുന്നോട്ട് പോകുമായിരുന്നു. കുറച്ചും കൂടി നല്ല ചോയ്സസ് ഉണ്ടായാലും കുറച്ചും കൂടി നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചേനെ. പക്ഷെ ആ സിനിമ ഒരു കാറ്റഗറിയുടെ ഇടയിൽ നിന്നു. അല്ലെങ്കിൽ ഗോഡ്സെ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്തു. ഗോഡ്സെ ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഗോഡ്സെയിലെയാണ്. പക്ഷെ ഒരു 1000 പേര് തികച്ച പടം കണ്ടിട്ടില്ല. അപ്പോൾ ഈ സിനിമകൾ വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്, നമ്മളെന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക്. വിനയ് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ വിനയ് തന്നെ പറഞ്ഞു ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ബ്രേക്ക് പരിപാടി പോപ്പുലർ ആക്കുക എന്നുള്ളത്. ഒരു നടനെ സംബന്ധിച്ച് പോപ്പുലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം പ്രേമത്തിന് ശേഷമാണ് മര്യാദയ്ക്ക് ശമ്പളം കിട്ടി തുടങ്ങിയത്. സീരിയസ് ആയിട്ട് പ്രേമത്തിന് ശേഷമാണ് മറ്റേ നമുക്ക് ഒരു പ്രോപ്പറായിട്ട് ഒരു റെമ്യൂണറേഷൻ കിട്ടി തുടങ്ങിയെന്ന് പറയാം. അതിന് മുമ്പ് പൈസയൊക്കെ തരുമായിരുന്നു. പ്രേമത്തിന് ശേഷം അത് ആ പോപ്പുലാരിറ്റിയുടെയും ആ സിനിമയുടെയും സ്ട്രെങ്ത് ആണ്. ബേസിക്സ് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓ പിന്നെ 10ാം ക്ലാസ് വരെയൊക്കെ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഞാൻ ഈ കൊച്ചിലെ ഈ സിനിമ അല്ലെങ്കിൽ അഭിനയം ഈ മറ്റേ ഭയങ്കര ഹീറോ വേർഷിപ്പൊക്കെ ഉള്ള ആളാണ്. ഞാൻ പറയുന്ന പോലെ ഈ ലാലേട്ടൻ്റെ ഒക്കെ ഒരു കട്ട ഫാനാണ്. 20ാം നൂറ്റാണ്ടും രാജാവിൻ്റെ മകനൊക്കെ ഉണ്ട് കിളി പോയി നടന്ന ചങ്ങായിയാണ് ഞാൻ. മറ്റേ കൊച്ചിലെ ഈ പൊട്ടാസ് പൊട്ടിക്കുന്ന തോക്കില്ലേ അതൊക്കെ എടുത്തിട്ട് ഞാൻ തന്നെ മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ടിങ് 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 അതൊക്കെ ചെയ്ത് വെറുതെ നടന്ന ഓർമ്മയൊക്കെ ഉണ്ട് എനിക്കിപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ. അപ്പോൾ കുഞ്ഞിലെ മുതലേ ഞാൻ വിശ്വസിച്ചിരുന്നത് ഒരാളെ ഇടിക്കുക അതൊക്കെ വലിയ കാര്യം. അല്ലെങ്കിൽ ഞാൻ കാണുന്ന സിനിമകൾ ഇപ്പോൾ ലാലേട്ടൻ്റെയും അല്ലെങ്കിൽ മമ്മൂക്കയുടെയും അങ്ങനത്തെ സിനിമകൾ ഒഴിച്ച് ഞാൻ കാണുന്ന സിനിമകൾ മുഴുവൻ ആകെ ജാക്കി ചാൻ്റെയും ബ്രൂസ്ലിയുടെയും ഈ മറ്റേ വീഡിയോ കാസറ്റ് കാണുന്ന മുഴുവൻ ഇടിപ്പടങ്ങളല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, മറ്റേ ഇടിക്കുന്ന ആളാണ് ഏറ്റവും വലിയ ആൾ. അപ്പോൾ സ്കൂളിൽ എനിക്ക് വന്ന് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ ഇടി ഉണ്ടാക്കിയിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് പണി കിട്ടി. 10ാം ക്ലാസ് വരെ അതൊരു കുട്ടികളുടെ പരിപാടിയായിട്ട് എടുത്തു. 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ +2 പരിപാടിയൊക്കെ ആയിട്ട് അവിടെയും ഇടി പിടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഗ്യാങ്ങായി കഴിഞ്ഞപ്പോൾ ആ സ്പിരിറ്റിൽ എടുക്കാണ്ടായി. ഞാൻ പുറത്തു പോകുമ്പോൾ ആളുകൾ സ്കെച്ച് ചെയ്യാനൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നു. മനസ്സമാധാനം പോയി കിട്ടി. ഒന്ന് ആലോചിച്ച് ലൈക്ക്. അപ്പോൾ ആ ടൈമിൽ ഞാൻ തീരുമാനിച്ചു ഞാൻ ഈ പരിപാടി നിർത്തി. പിന്നെ എനിക്ക് മനസ്സിലായി ഏറ്റവും ദുർബലനായിട്ടുള്ള ഒരാളെ മാത്രമേ ഫിസിക്കൽ ഫൈറ്റിൽ ഏർപ്പെടുകയുള്ളൂ. ഈശ്വര വിശ്വാസമുണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആ സ്പിരിറ്റിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഈശ്വര ഇപ്പം അമ്പലത്തിൽ പോവും. അമ്പലത്തിൽ എപ്പോഴും പോകാറൊന്നുമില്ല, ഒരാവശ്യങ്ങൾ വരുമ്പോൾ അമ്പലത്തിൽ പോവും. എൻ്റെ ഭാര്യയുടെ ഇവിടെ ഗുരുവായൂരാണ്. എപ്പോഴും ഗുരുവായൂർ പോകാൻ പറ്റാറില്ല. തിരക്കും ബഹളമുള്ള പരിപാടിയിൽ ഞാൻ പോകാറില്ല. എങ്കിലും ഒരു അമാനുഷികമായിട്ടുള്ള നേർച്ചയോ കാണിക്കലൊന്നും വിശ്വസിക്കുന്നില്ല. കാര്യം ഒരുപാട് നമ്മുടെ ഇപ്പോൾ മൊത്തം ഇന്ത്യയിൽ അറൗണ്ട് 70% ആളുകൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത്തരം ആളുകളെ ചുറ്റുമുള്ളപ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അർപ്പിക്കുന്ന അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയിട്ട് നമ്മളിതിൽ ഒരർത്ഥമില്ല എന്ന് തോന്നി. ഇപ്പോൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെങ്കിൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ഒരാൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കി അയാൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അയാൾക്ക് സഹായിക്കുക എന്നുള്ളതിൽ അതാണ് തിയേറ്റർ സിനിമ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ രണ്ടിലൂടെയും കടന്നു പോയ ആളാണ്, രണ്ടിനെയും സ്നേഹിക്കുന്ന ആളാണ്. ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു? അതോ രണ്ടും ഇപ്പോഴും ഫോളോ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളാണ്? രണ്ടിനും 2 തരം മൂല്യമുണ്ട്. തിയേറ്ററിൻ്റെ സ്ട്രെങ്ത്തും സിനിമയ്ക്ക് സിനിമയുടെ സ്ട്രെങ്ത്തും ഉണ്ട്. പക്ഷേ കേരളത്തിലെ ഒരു തിയേറ്റർ സെനാരിയുടെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ, ഇവിടെ ഞാനൊരു 5 വർഷം സീരിയസ് ആയിട്ട് അമച്വർ തിയേറ്റർ ചെയ്തിരുന്ന ആളാണ്. എനിക്ക് മനസ്സിലാവും ഒരുപാട് കഴിവുള്ള നടന്മാരും ഒരുപാട് സംവിധായകരൊക്കെ ഉണ്ട്. പക്ഷേ അവരെ ഒരിക്കലും തിയേറ്ററുടെ ജീവിതോപാധി ആക്കാൻ സാധിക്കുന്നില്ല. അത് ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇപ്പം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന സിനിമയുടെ പോപ്പുലാരിറ്റി, സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം, ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ കുട്ടികളെയും കൊണ്ടിട്ട് അച്ഛനമ്മമാർ നടക്കുന്നില്ല. ഇപ്പോൾ പെൺകുട്ടികളെയും കൊണ്ടിട്ട് നടിമാരാക്കാനും നടന്മാരാക്കാനൊക്കെ അതേപോലെ തന്നെ തിയേറ്ററിന് ഉണ്ടാകുമായിരുന്നു. തിയേറ്ററിന് ആ ഒരു എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഞാൻ ബീഫ് കഴിക്കാറുണ്ട്. നാളെ ഞാൻ വന്നിട്ട് പറയുന്നത് പിന്നെ ബീഫ് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പള്ളിയിൽ പോയി പറയാൻ പറയും. അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അല്ലേ? അതായത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇപ്പം അദ്ദേഹം ചോദിച്ചു, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ മറ്റേ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ഭയങ്കര വൈറലായിരുന്നു. ഏതൊരു പ്രൊഫസറാണ് അദ്ദേഹം, പേര് വിട്ടുപോയി ക്ഷമിക്കണം. പക്ഷേ പുള്ളി ചോദിച്ചൊരു ചോദ്യമുണ്ട്,
നിങ്ങൾക്ക് ഈ പറയുന്ന ബീഫിനോട് വിയോജിപ്പുണ്ട്, നിങ്ങൾ ഒരു ജന്തുവിനെ റെസ്പെക്ട് ചെയ്യുന്നു, ചെയ്തോളൂ, കുഴപ്പമില്ല, അത് നിങ്ങളുടേത്. പക്ഷെ ഞാൻ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾ പെങ്ങളെ പോലെ കാണുക, പക്ഷെ നിങ്ങളുടെ അളിയനോട് പോയിട്ട് മറ്റേ പെങ്ങളെ പോലെ കാണാൻ പറയുന്നത് ശരിയല്ലല്ലോ. ആ ഒരു രീതി തന്നെ. ഇപ്പം നമ്മളാകെ കുറച്ച് നാളെ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. അതിൽ ഒരുപാട് ടെൻഷൻസും അല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമുക്ക് എന്ത് ഭക്ഷിക്കണം, എന്ത് വായിക്കണം, എന്ത് എഴുതണം, എന്ത് പ്രവർത്തിക്കണം. ഞാൻ ഒരിക്കലും ഒരു തേർഡ് പാർട്ടീനെ ഹേർട്ട് ചെയ്യാൻ പാടില്ല, ഞാൻ നിങ്ങളെ ദ്രോഹിക്കാൻ പാടില്ല. പക്ഷേ ഞാൻ നിങ്ങളെ ദ്രോഹിക്കാതെ എനിക്ക് എങ്ങനെയും ജീവിക്കാനുള്ള ഒരു അവകാശം ഇവിടെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസം തന്നെ, അതിനു വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം, ഒരു മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒരാളും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കരുതൊന്നും. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക, പക്ഷേ നിങ്ങളതൊരു നിയമമാക്കാതിരിക്കുക. കാര്യം ബീഫ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്തോട്ടെ അല്ലേ. ഇപ്പം റിലീസാകുന്ന സിനിമ അവരുടെ രാവുകളല്ലേ, അവളുടെ രാവുകളുമായിട്ട് വല്ല ബന്ധമുണ്ട്? ഒരു ബന്ധമില്ല. കണ്ടിട്ടുണ്ടോ അവളുടെ രാവുകൾ? ഒരു 3-4 അതെ, ഭയങ്കര രസമുള്ള സിനിമ. പാട്ടുകളും ശ്രീനിവാസൻ പറയുന്ന പോലെ ഞാൻ ഇത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതെ അതെ. എന്താണ് അവരുടെ രാവുകളിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്ന സിനിമയെ പറ്റിയുള്ള പ്രതീക്ഷകൾ? ഒരുപാട് പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയുടെ അപ്പുറത്തേക്ക് ചില സിനിമകൾ, ഇപ്പം ഞാൻ റോൾ മോഡൽസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. 2 ഇതിനാണ് റിലീസാകുന്നത്. റോൾ മോഡൽസ് വലിയ സിനിമയാണ്, വലിയ സ്റ്റാർ കാസ്റ്റാണ്, വലിയ ഡയറക്ടറാണ്, ഹിറ്റ് മേക്കർ റാഫി സാറിൻ്റെ സിനിമയാണ്. വൈശാഖ് രാജനെ പോലെ വലിയൊരു പ്രൊഡ്യൂസറിൻ്റെ പടമാണ്. നമ്മളിപ്പോൾ ലോകം മുഴുവൻ ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞു പടത്തിൻ്റെ. പിന്നെ ഫഹദ് ഫാസിൽ, വിനായകനെ പോലെയുള്ള ലൈക്ക് ഭയങ്കര ക്രൗഡ് പുള്ളേഴ്സ് ഉള്ള പടമാണ്. അപ്പോൾ ആ സിനിമയും നമുക്ക് എന്താ, എല്ലാ സിനിമകളും നമുക്ക് ഒരേപോലെ ഇഷ്ടമുണ്ടാകും. പക്ഷേ അവരുടെ രാവുകൾ ഞാൻ ചെയ്തിട്ട് 1 വർഷത്തോളമായി. അത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എൻ്റെ സംവിധായകൻ. ഞങ്ങൾ പരിചയപ്പെടുന്നതും എല്ലാം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഷാനിൽ മുഹമ്മദാണ് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം ചെയ്തത് വളരെ ഭേദപ്പെട്ട സിനിമയാണ്. ഞങ്ങളെല്ലാവരും ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ അല്ലാത്ത കുറ്റം കൊണ്ടിട്ട് 1 വർഷം അദ്ദേഹത്തിന് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. എന്താ പറയുക, ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയിപ്പോയ പരിപാടി. പക്ഷേ എങ്കിലും ഒരു ഭേദപ്പെട്ട സിനിമ ചെയ്തിട്ട് ഇപ്പം ഞങ്ങളെല്ലാം ആ സിനിമയ്ക്ക് ശേഷം 3-4 സിനിമകൾ ചെയ്യുമ്പോൾ ഷാനിൽ അവിടെ സ്ട്രക്കാണ്. ഇത്തരം കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ സ്ട്രക്കാണ്. ഈ ഏതാണ്ട് 1 വർഷത്തോളം ആ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം. അപ്പം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇതിനു മുമ്പ് റിലീസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഫലവത്തായില്ല. ഇപ്പോൾ ഫൈനലി ഇതിന് റിലീസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ സിനിമ വർക്ക് ആകണം. അല്ലെങ്കിൽ പിന്നെ ഈദ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫെസ്റ്റീവ് സീസണാണ്. ട്യൂബ് ലൈറ്റ് പോലെയുള്ള സൽമാൻ ഖാൻ്റെ പടങ്ങളൊക്കെ റിലീസാകുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. വലിയ തമിഴ് പടങ്ങളുണ്ട്, അല്ലെങ്കിൽ വൻ താരങ്ങളുടെ സിനിമകൾ, വൻ സംവിധായകരുടെ പടങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ പെട്ട് ഒരു ടൊറൻറ്റ് ഹിറ്റ് ആകരുത് എന്നുള്ള പ്രാർത്ഥന എനിക്കുള്ളൂ. സിനിമ വർക്കാവും, ഒരു ക്ലീൻ ഫാമിലി എൻ്റർടൈനറാണ്. പക്ഷേ നമുക്ക് അതിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പല പരിമിതികൾ കൊണ്ടിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സിനിമ എന്താ പറയുക, പ്രേക്ഷകരിലേക്ക് എത്തണം. അത് ആണ് നമ്മളൊരു വിജയം ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിപ്പിക്കുക. കാര്യം ഷാനിലിൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ആ സിനിമ, ഞങ്ങളുടെ എല്ലാവരുടെ. ഇപ്പോൾ പുതിയ റോൾ മോഡൽസിലെ ഒരു പാട്ട് തേച്ചില്ലേ പെണ്ണെ എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂട്യൂബ് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഈ തേപ്പ് എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുമ്പോൾ വിനയ്ക്ക് എന്താണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്? എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു വീട് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസിൽ അതിൻ്റെ തേപ്പ് ഇപ്പോൾ കഴിഞ്ഞു, തേപ്പ് കഴിയുകയും ചെയ്തു. ഒരുപാട് ആളുകൾ എന്നെ മൂല കൊണ്ടെടുത്തിട്ട് ശരിക്കും തേച്ച് തരുകയും ചെയ്തു. കാര്യം നമ്മളില്ലല്ലോ അവിടെ, നമ്മളെ സ്ഥലത്തില്ലാണ്ട് ഒരു വീട് പണിതല്ല. ഒരാൾ വീട് പണിയുന്നത് തന്നെ നിങ്ങളെ ശനിദശയിലാണ്. അതിൻ്റെ അപ്പുറം നമ്മുടെ പ്രസൻസും കൂടെ അവിടെ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ നല്ല തേപ്പ് കിട്ടിയ ഒരാളാണ്. അതുകൊണ്ട് ആ പാട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഇത്രയും നേരം നമുക്കൊപ്പം ചളൂപ്പ ചർച്ചയിൽ വിനയ് ഉണ്ടായിരുന്നു. വിനയുടെ ഇനിയുള്ള സിനിമകൾക്കും മുന്നോട്ടുള്ള കരിയറിനും ഐശ്വര്യൻ്റെ വകയും നമ്മുടെ എല്ലാ ചളിയന്മാരുടെയും പേരിലുള്ള എല്ലാ ആശംസകളും. താങ്ക്സ്.